നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, വന്ദന എവിടെ? ഉറപ്പ് ഉറപ്പ്. ആ, മോൻ സമാധാനത്തോടെ പോയി ഉറങ്ങിക്കോ. ആ മാപ്പ്. എന്താണ് ഇത്? പൊയ്ക്കോ മോൻ, പൊയ്ക്കോ. ചെല്ലടാ അങ്ങോട്ട്, ചെല്ല. ആ എന്റെ ഭഗവതിയാ. എന്തൊക്കെ പ്ലാനായിരുന്നു. ഹരിതയുടെ വയറ്റിലെ കുഞ്ഞ് വന്ദന കാരണം ചത്തു തൊലയുമ്പോ കുടുംബം തകരും. വന്ദനയും ജഗനും തമ്മിൽ ഒരിക്കലും ഒരുമിക്കാത്ത വിധം തെറ്റി പിരിയും. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? അവനും അവളും തമ്മിൽ പിരിയണം. അതിനി ഒന്നിനെ കൊല്ലണമെങ്കിൽ അതും ഞാൻ ചെയ്യും.
അധിക ദൂരമൊന്നും നടക്കണ്ട, നല്ല മഞ്ഞുണ്ട്. കൂട്ടുകാരോട് വിശേഷം പറഞ്ഞു നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. ശരീരത്തിനും മനസ്സിനും ആകെയുള്ളൊരു ആശ്വാസം പ്രഭാത സവാരിയാണ്. അതിനും ഭാര്യയുടെ വക സെൻസർഷിപ്പോ? ഞാൻ വെറുതെ പറഞ്ഞതാ. നടത്തത്തിനിടയിൽ സോമനെയും കൂട്ടുകാരെയും ഒന്ന് കാണുക, അല്പം കുശലം പറയുക, ഒരു ചായ കുടിക്കുക. അതെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ്. ഞാൻ അച്ഛന്റെ സുഖവിവരം അന്വേഷിക്കാൻ ഇറങ്ങിയതാ. ഓ, എനിക്കിനി ഇതിൽ കൂടുതൽ എന്ത് സുഖാ കിട്ടാനുള്ളത്? അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ, പരമസുഖം. അങ്ങനെ നിരാശപ്പെടരുത്. അച്ഛന്റെ നല്ല സമയം തെളിയുക. അച്ഛന് ജയിൽവാസം എല്ലാവരും ഉറപ്പിച്ചതല്ലേ. എന്നിട്ടോ തക്ക സമയത്ത് വിക്രം പണവുമായിട്ട് എത്തിയില്ലേ. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് ചെയ്യാൻ തീരെ പ്രതീക്ഷിക്കാതെ ആരെങ്കിലും ഒരാൾ വന്നിരിക്കും. അതാ അച്ഛന്റെ സമയം തെളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് പലരെയും സഹായിച്ചിട്ടുള്ള അച്ഛന്റെ അനുഭവം തിരിച്ചടികളായിരുന്നില്ലേ. ആ തിരിച്ചടികളൊക്കെ ഇപ്പൊ രക്ഷാമാർഗങ്ങളായിട്ട് മാറിയിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ അച്ഛന്റെ സമയം മാറിയെന്ന്. മോൻ പറഞ്ഞത് ശരിയാ. ഒരിക്കലും രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു, നല്ല സമയത്താൽ അഹങ്കരിക്കുന്നവനും സമയദോഷത്താൽ കഷ്ടപ്പെടുന്നവനും ഒരുപോലെ വായിച്ചാൽ അർത്ഥവത്താകുന്ന ഒരു വാചകം എഴുതാൻ. മന്ത്രി തെല്ലും ആലോചിക്കാതെ എഴുതി, ഈ സമയവും കടന്നുപോകുമെന്ന്. ഇരു കൂട്ടരത് വായിച്ചപ്പോ അഹങ്കരിച്ചവനും കഷ്ടപ്പെടുന്നവനും ഒരേപോലെ മനസ്സിലായി, ഈ സമയവും കടന്നു പോകുമെന്ന്. സമയം വൈകി, ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. അതിനെന്താ, അച്ഛന്റെ നടത്തം മുടക്കണ്ട. അല്ല, വന്ദന എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.